ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിന് 2025 വാർഷിക പരീക്ഷ തസ്കിയത്തുൽ വിൽദാനും തജ്വീദുൽ ഖുർആനും എക്സാം നടന്നതിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ക്ലാസ്സൊക്കെ എടുത്ത് ശബ്ദത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പെട്ടെന്നുള്ളൊരു വോയിസ് ആയിട്ടാണിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് വിശദമായിട്ട് അടുത്ത വർഷത്തേക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള റിവിഷൻ ക്ലാസ് ആയിട്ട് വീഡിയോ ചെയ്യണം. അപ്പോൾ അത് ഞാൻ വോയിസ് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എന്താണ് കോളത്ത് ശരിയാപ്പെടുത്താനാണ്. ഫസ്റ്റ് വന്നത് എന്താണ്? കണ്ണേറ് ബാധിച്ചവനെ മന്ത്രിക്കുമ്പോൾ ഓതേണ്ട സൂറത്ത് ഏതാണെന്ന്. സൂറത്തുന്നാസാണ്. ഇവിടെ സൂറത്തുന്നാസാണ്. അടുത്തത് മുഹമ്മദ് ബിൻ ഈസ റളിയല്ലാഹു അൻഹു രചിച്ച ഹദീസ് ഗ്രന്ഥം ഏതാണെന്നാണ്. സുനനു തിർമുദി. അടുത്തത് അദ്ദീനു നസീഹ. നസീഹത്തിൻ്റെ അർത്ഥം എന്ത്? നസീഹത്തിൻ്റെ അർത്ഥം ഗുണം ആഗ്രഹിക്കൽ എന്നാണ്. അടുത്തത് അബുൽ യസീദുൽ ബിസ്തമി എന്ന പേരിൽ അറിയപ്പെട്ടു. ആരായിരുന്നു? ത്വയ്ഫൂർ ഇബ്നു ഈസ എന്നവരാണ്. അടുത്തത് അൽ മദ്ദുൽ മുത്തസിലിന് ഉദാഹരണം. മദ്ദുൽ മുത്തസിലിന് ഉദാഹരണം വസ്സമായി. മദ്ദക്ഷരവും അംസയും ഒരേ കലിമത്തിൽ വന്നു. നാവിൻ്റെ അരവും മേലെ അണപ്പല്ലുകളും. മഹ്റജായത് ലോദാണ്. അതടപ്പെടുത്താം. ഇനി ചേരുമ്പടി ചേർക്കാനാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി, അതിന് ഡി എന്ന ഓപ്ഷൻ. വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ എന്നതാണ്. അടുത്തത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുക്രിം വൈഫഹു. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. അടുത്തത് ഇത്തക്കിൽ മഹാരിമ തക്കുൻ അഅ്ബദൽ നാസി, എ എന്ന ഓപ്ഷൻ. അടുത്തത് യാ അയ്യുഹൽ മുസമ്മിൽ, ഓപ്ഷൻ ബി കുമില്ലയില് ഇല്ലാ കലീല. അതൊക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തതായിരുന്നു. അടുത്തത് വർല ബിമാ കസമൻ നാസ വർല ബിമാ കസമല്ലാഹു ലക്ക. അപ്പോൾ അതിൻ്റെ സി എന്ന തക്കുൻ അയനൻ നാസി എന്നതാണ്. അതിന് മാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് പൂരിപ്പിക്കാനാണ്. ലഅല്ല റഹ്മത്ത റബ്ബി ഹീന യക്സിമുഹ. നമ്മൾ ബൈത്തുനിന്നാണ്. എന്താണ്? തെത്തിയാല ഹസബിൽ ഇസ്യാനി എന്നതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്തത് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അടുത്തതും ബൈത്താണ്. അപ്പോൾ അവിടെ വാത്രബൽ ഈസ ഹാദിൽ ഈസി എന്നതാണ് അവിടെ ചേർത്ത് കൊടുക്കാൻ വന്നത്. അടുത്തത് തോയിൻ്റെ മഹറജ്, നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ്. അടുത്തത് അൽ മദ്ദുൽ അസ്ലീന് അൽ മദ്ദുൽ തൊബഇയ്യ എന്നും പേരുണ്ട്. വെള്ളിയാഴ്ച രാവും പകലും സൂറത്തുൽ കഹ്ഫ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ഒറ്റ വാക്കിൽ മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുന്നതാണ് സൂറത്തുന്നാസ്. മുഷ്കില എന്ന വാക്കിൻ്റെ അർത്ഥം പ്രോബ്ലം, പ്രശ്നം എന്നൊക്കെ പറയില്ലേ, അതാണ് മുഷ്കില എന്നതിൻ്റെ. അടുത്തത് എന്താണ്? സ്വഹീഹുൽ ബുഖാരി രചിച്ചതാര്? ആരാണ്? മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. അടുത്തത് റജുലുൻ ഖതല തിസ്അതു വ തിസ്ഈന നഫ്സൻ. ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി ആരായിരുന്നു? അബി സഈദിൽ ഖുദരിയ റളിയല്ലാഹു അൻഹു എന്നവരാണ്. അടുത്തത് വലല്ലാലീൻ. ഇതിൽ ലോദിൻ്റെ മദ് ഏതാണ്? മദ്ദുൽ ലാസിമാണ്. ലാസിം കലിമത്തിൽ മദ് വന്ന് ലാസിം. അടുത്തത് തക്കും ബൈനക്കും. ഇതിൽ സാക്കിനായ നൂനിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ ഇഖ്ലാബാണ്. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഇനി ഇഹ്സാൻ എന്നാൽ എന്ത്? ഇഹ്സാൻ എന്നാൽ എന്താണ്? അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധത്തോടെ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഇതാണ് ഇഹ്സാൻ എന്നാൽ. അടുത്തത് മിൻ ഷെജിൽ വസ്വാസിൽ ഖന്നാസ്. അതിൻ്റെ അർത്ഥം എഴുതാനാണ്. എന്താണ്? മറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അഭയം പ്രാപിക്കുന്നു. അടുത്തത് എന്താണ്? ഒരു മനുഷ്യൻ്റെ അധ്വാനം പിശാചിൻ്റെ മാർഗത്തിലാവുന്നത് എപ്പോഴാണ്? ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എങ്കിൽ അവൻ്റെ അധ്വാനം പിശാചിൻ്റെ മാർഗത്തിലാണ്. അടുത്തത് അറബിയിലാക്കാനാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും പിന്തുടരാത്തവരിൽ ഒരു നന്മയുമില്ല. അതിൻ്റെ അറബി എഴുതാനാണ്. എന്താണ്? ലാ ഹൈറു ഫീമൻ ലാ യക്തദി
ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബിഹി എന്നതാണ്. അടുത്ത ഇദ്ഗാം മുത്തജാനിസാനി എന്നാൽ എന്ത്? ഒരേ മഹ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്കാണ് മുത്തജാനിസാനി എന്ന് പറയുന്നത്. അടുത്തത് എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്തുകളിൽ നിന്ന് 4 എഴുതുക. യാസീന്, മുൽക്ക്, വാഖിയ, സജദ. അപ്പം നമുക്ക് അത് എഴുതാം. അടുത്ത കിൻവാൻ എന്നതിൽ സുക്കൂനുള്ള നൂനിനെ ഇദ്ഗാമും ബിഗുന്ന ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ത്? സാക്കിനായ നൂനും വാവും ഒരേ കലിമത്തിൽ വന്നതുകൊണ്ടാണ്. ചേർന്ന് വന്നതുകൊണ്ടാണ് അവിടെ ഇദ്ഗാമും ബിഗുന്ന ചെയ്യാതെ ഇൽഹാർ മുത്തലക്കാണ് അവിടെ ചെയ്തത്. അപ്പോൾ അത് എഴുതാം. അടുത്ത 5 വരി കുറയാതെ ഉപന്യസിക്കാനാണ്. തൗബയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ പാടത്ത് പഠിച്ചതും ഇവിടെ വന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ അൽ മദ്ദുൽ ലാസിമും മദ്ദുൽ ആരിലും, തജ്വീദിൽ നിന്ന് മദ്ദുൽ ആരിലും മദ്ദുകളെ കുറിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിവിഷനിൽ പറഞ്ഞ ചോദ്യ പേപ്പറിൻ്റെ കൂടെ പറഞ്ഞതൊക്കെയാണ് എല്ലാവരും മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.